എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠഭാഗമായ ടി വിയെക്കുറിച്ചാണ്. ഇത് പടുക്കഥയാണ്. പടുക്കഥ എന്ന് പറഞ്ഞാൽ തിരക്കഥ രൂപത്തിലാണ് ഈ പാഠഭാഗം കൊടുത്തിട്ടുള്ളത്. ഇത് എഴുതിയിട്ടുള്ളത് വരുൺ ഗ്രോവറാണ്. ആദ്യം വരുൺ ഗ്രോവറിനെ കുറിച്ച് പറയാം. 26 जनवरी 1980 को हिमाचल प्रदेश के सुंदरनगर में जन्म हिंदी फिल्मी क्षेत्र में पटकथाकार, गीतकार एवं निर्देशक के रूप में मशहूर. 1980 ജനുവരി 26 ഹിമാചൽ പ്രദേശിലെ സുന്ദർനഗറിൽ ജനിച്ചു. സിനിമാ ലോകത്ത് തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ് എന്നീ നിലകളിൽ പ്രസിദ്ധനാണ് അദ്ദേഹം. ഇന്നത്തെ പോലെ ടെലിവിഷൻ സർവ്വസാധാരണമല്ലാതിരുന്ന കാലത്ത് ടി വി കാണണമെന്ന അടങ്ങാത്ത മോഹവുമായി അതീവ രഹസ്യമായി, അതായത് ആരോടും പറയാതെ അടുത്ത ഗ്രാമത്തിൽ വരെ നടന്നുപോയ 3 ചെറിയ കുട്ടികളുടെ കഥയാണ് തിരക്കഥാരൂപത്തിൽ അദ്ദേഹം ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ പാഠഭാഗത്തിൽ വരുന്ന കഥാപാത്രങ്ങളാണ് ഗോപു, ചുന്നി, ലല്ലു, മനോഹർ ചാച്ച. ഇവരാണ് ഈ പാഠഭാഗത്തിൽ വരുന്ന കഥാപാത്രം. അപ്പോൾ ഗോപുവിന് ടി വി കാണണമെന്ന് അതിയായ ആഗ്രഹം. അവൻ കൂട്ടുകാരായ ചുന്നിയെയും ലല്ലുവിനെയും കൂട്ടി അമ്മയോട് പോലും പറയാതെ, വീട്ടിൽ ആരോടും പറയാതെ അടുത്ത ഗ്രാമത്തിൽ താമസിക്കുന്ന മനോഹർ അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് കഥാഭാഗം. ഇവിടെ സീൻ 1 എന്ന് കൊടുത്തിട്ടുണ്ട്, സീൻ 1. അപ്പോൾ ആദ്യം നമുക്കത് വായിക്കാം. അതുപോലെ ഓരോ സീനായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സീൻ 1 എന്താണെന്ന് നമുക്ക് ആദ്യം വായിക്കാം. ഗോപു കെ ഘർ കെ ബാഹർ കി കച്ചി സടക് ദോപഹാർ കെ 2 ബജെ ഹെ. ഗോപുവിൻ്റെ വീടിൻ്റെ പുറത്ത് നിർമ്മാണം പൂർത്തിയാകാത്ത റോഡ്. സടക്ക് എന്ന് പറഞ്ഞാൽ റോഡ്, കച്ചി സടക്ക് എന്ന് പറഞ്ഞാൽ നിർമ്മാണം പൂർത്തിയാകാത്ത, അതായത് ടാറിടാത്ത റോഡ് എന്നാണ് അർത്ഥം. ദോപഹാർക്ക് 2 ബജെ ഹെ. ഉച്ചയ്ക്ക് ഏകദേശം 2 മണി സമയം. പഹാടി ഇലാക്ക, പർവ്വത പ്രദേശം. ദൂർ ദൂർ തക് ഫൈലെ പഹാഡ് ദീഖ് രഹേ ഹെ. വളരെ അകലെ വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതം കാണപ്പെടുന്നു. करीबन 8-10 साल की उम्र के 3 बच्चे गोपू, चुन्नी और लल्लू कच्चे रास्ते पर खड़े हैं. ഏകദേശം 8നും 10നും വയസ്സ് പ്രായം തോന്നിക്കും. ഉമ്ര എന്ന് വെച്ചാൽ വയസ്സ്. പ്രായം തോന്നിക്കും 3 ബच्चे 3 കുട്ടികൾ. ഗോപു, ചുന്നി और ലല്ലു. അവർ പേരാണ് ഗോപു, ചുന്നി और ലല്ലു. കച്ചേ രാസ്തേ പർ ഖടേ ഹെ. അവർ ടാറിടാത്ത വഴിയിൽ നിൽക്കുന്നു. ഗോപു ദേഖ്നെ സേ ഹി ബാക്കി ദോനോ പർ ഹാവി ലഗ്താ ഹെ. ഗോപുവിനെ കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു ധൈര്യം വരുന്നു. അതായത് ഗോപു കാഴ്ചയിൽ മറ്റു 2 പേരെക്കാൾ സമർത്ഥനാണ്. വഹ ജമീൻ പർ ചുക്കാ ഹെ ഔർ കുച്ച് ഉഡാനെ കി കോശിഷ് കർ രഹാ ഹെ. ഉസ്കെ ഹാത്ത് മേ മക്കോഡ ഹെ. വഹ ജമീൻ പർ ചുക്കാ ഹെ, അവൻ നിലത്ത് താഴേക്ക് കുനിയുന്നു. और कुछ उड़ाने की कोशिश कर रहा है, അവൻ എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു. ഉസ്കെ ഹാത്ത് മേ മക്കോഡ ഹെ, അവൻ്റെ കയ്യിൽ ഒരു ചെറിയ കീടം കാണാം. അപ്പോൾ അവൻ താഴെ നിന്ന് എടുത്തത് ഒരു ചെറിയ പുഴുവിനെയാണ് എടുത്തത്. ഗോപു പറയുകയാണ്, ചുന്നിനോടാണ് പറയുന്നത്. ഗോപു ചുന്നിക്ക് മക്കോഡ പക്കടാത്തെ ഹുയി. ഏലോ തേരാ പ്യാരാ മക്കോഡ അബ് ഗാ ഇസ്കി കസം. അപ്പോൾ ഗോപു ചുന്നിനോട് പറയുകയാണ്, നീ ഇതിനെ പിടിച്ചിട്ട് സത്യം ചെയ്യണം എന്ന് പറയുകയാണ്. ചുന്നിക്കു മക്കോഡ പകടത്തെ ഹോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളോട് ഇത് പിടിച്ചുകൊണ്ട് ഏലോ തേരാ പ്യാരാ മക്കോഡ. അപ്പോൾ ചുന്നിക്ക് മക്കോഡാനെ ഭയങ്കര ഇഷ്ടമാണ്, പുഴുവിനെ ഭയങ്കര ഇഷ്ടമാണ്. അവളോട് ഗോപു പറയുകയാണ്, നീ ഇതിനെ പിടിച്ച് സത്യം ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ ചുന്നി അതുപോലെ മുസ്കുരാക്കർ വെച്ചാൽ ചിരിച്ചുകൊണ്ട്, മക്കോഡ പക്കടത്തെ ഹോയെ പുഴുവിനെ പിടിച്ചുകൊണ്ട്, കേസി ഗാനിഹി എങ്ങനെയാണ് സത്യം ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് ഗോപുവിനോട്. അപ്പോൾ ഗോപു അരെ ജയ്സെ മാസ്റ്റർജി ബുൽവാത്തെ ഹെ ബോൾ മേ കസം ഗാത്തി ഹും. അപ്പോൾ ഗോപു പറയുകയാണ്, എടോ മാസ്റ്റർജി ചെയ്യിക്കുന്നത് പോലെ ചെയ്യൂ, ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറയൂ അപ്പോൾ ചുന്നി മേ കസം ഗാത്തി ഹും, ഞാൻ സത്യം ചെയ്യുന്നു. कि हम चुपके से दूसरे गाँव जाएंगे. ഗോപു പറയുകയാണ്, എന്തെന്നാൽ നാം ആരോടും പറയാതെ അടുത്ത ഗ്രാമത്തിൽ പോകുകയും. അത് കേട്ട് ചുന്നി അതുപോലെ തന്നെ പറയുകയാണ്, ഹം ചുപ്കെ സെ ദൂസരെ ഗാവ് ജായെങ്കെ. എന്തെന്നാൽ നാം ആരോടും പറയാതെ അടുത്ത ഗ്രാമത്തിൽ പോകുകയും. അടുത്തത് ഗോപു ഓർ ചുപ്കെ സെ ടി വി ദേഖ് ആയെങ്കെ. ആരോടും പറയാതെ ടി വി കണ്ടിട്ട് വരികയും ചെയ്യും. അപ്പോൾ ചുന്നി പറയുകയാണ്, ഹസി രോക്തെ ഹോയെ ഓർ ചുപ്കെ സെ ടി വി ദേഖ് ആയെങ്കെ. ഹസി രോക്കർ എന്ന് വെച്ചാൽ ചിരി അമർത്തിക്കൊണ്ട് അവൾ അതുപോലെ തന്നെ പറയുകയാണ്, ആരോടും പറയാതെ നമ്മൾ ടി വി കണ്ടിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഗോപു പറയാൻ, ഔർ ഏഹ് ബാത്ത് കിസിക്കോ നഹി ബതായെങ്കി മാങ്കോ ബി നഹി. ഗോപു എന്നാ പറഞ്ഞത്, ഈ കാര്യം ആരോടും പറയാതിരിക്കുകയും ചെയ്യും, അമ്മയോട് പോലും പറയരുതെന്ന് പറയുകയാണ്.
അപ്പോൾ ലല്ലു ബീച്ച് में टोक कर माँ को कैसे बताएंगे माँ तो सो रही है. ലല്ലു എന്താ പറഞ്ഞത്? ഇടയ്ക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ലല്ലു ഇടയ്ക്ക് കയറിയിട്ട് പറയുകയാണ്, അമ്മയോട് എങ്ങനെ പറയും, അമ്മ ഉറങ്ങുകയല്ലേ എന്നാണ് ലല്ലു ചോദിക്കുന്നത്. അപ്പോൾ ഗോപു हाँ माँ तो सो रही है अब मकोड़ा रख दो. ചുന്നി മക്കോട രഖ് ദേത്തി ഹെ ഹാത്ത് ചാടത്തി ഹെ. അതെ, അമ്മ ഉറങ്ങുകയാണ്, ഇനി പുഴുവിനെ വെച്ചോളൂ. ചുന്നി പുഴുവിനെ വെക്കുന്നു, കൈ വൃത്തിയാക്കുന്നു. അപ്പോൾ ഗോപു ആകെ ബഡ്ത്തെ ഹുയെ तो फिर चलो तीनों बच्चे कच्ची सड़क पर आगे बढ़ जाते हैं. അങ്ങനെ ഗോപു മുന്നോട്ട് വന്ന് എന്നാൽ പിന്നെ നടക്കൂ, 3 കുട്ടികളും ടാറിടാത്ത റോഡിലൂടെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ സീൻ 1 കഴിഞ്ഞു, ഇനി സീൻ 2 പോവുകയാണ്. അതിനു മുമ്പ് ഇവർ ഉച്ചയ്ക്ക് ഏകദേശം 2 മണി സമയത്ത്, ഒന്നുകൂടി ഞാൻ ഇതിനെപ്പറ്റി പറയാൻ, ഉച്ചയ്ക്ക് ഏകദേശം 2 മണി സമയത്ത് ഏകദേശം 8നും 10നും വയസ്സ് പ്രായമുള്ള 3 ചെറിയ കുട്ടികളാണ് അവർ. ഗോപു, ചുന്നി, ലല്ലു ഇവർ 3 പേരും കൂടെ TV കാണാൻ വേണ്ടിയിട്ട് അടുത്ത ഗ്രാമത്തിലോട്ട് പോവുകയാണ്. വീട്ടിൽ ആരും പറയാതെ അടുത്ത ഗ്രാമത്തിലോട്ട് പോകുന്നത്. അതിന് ആരോടും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചുന്നിക്ക് ഇഷ്ടപ്പെട്ട പുഴുവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് ഇവർ 3 പേരും പുറപ്പെടുന്നത്. പിന്നെ സീൻ 2 പോകാം. സീൻ 2 പഹാഡ് കി പഗ്ഡണ്ടി ദോപഹർ കി 3 ബജെ ഹെ എന്ന് പറഞ്ഞ് പർവ്വതത്തിലെ ചെറിയ വഴി, സമയം ഉച്ചയ്ക്ക് 3 മണി. ബच्चे मेहनत से पहाड़ की पगडंडी चढ़ रहे हैं. सामने वाली एक चोटी पर टीवी टावर दिख रहा है. ബച്ചെ മെഹനത്ത് സെ പഹാഡ് കി പഗ്ഡണ്ടി ചढ़ रहे हैं എന്ന് പറഞ്ഞാൽ കുട്ടികൾ വളരെ പ്രയാസപ്പെട്ടിട്ട് പർവ്വതത്തിലെ ചെറിയ വഴി കയറുന്നു. സാമനെ വാലി എക്ക് ചോട്ടി പർ TV ടവർ ദിഖ് രഹാ ഹൈ. സാമനെ വാലി അടുത്തുള്ള ഒരു കൊടുമുടിയിൽ ടിവിയുടെ ടവർ കാണപ്പെടുന്നു. സാമനെ വാലി എക്ക് ചോട്ടി എന്ന് വെച്ചാൽ കൊടുമുടിയിൽ TV ടവർ ദിഖ് രഹാ ഹൈ, ടിവിയുടെ ടവർ കാണപ്പെടുന്നു. ഗോപു പറയുകയാണ്, ദേക്കാ യഹി വോ ടവർ ഹെ ജിസ്സെ TV ആത്താ ഹെ. ഗോപു പറയുകയാണ്, കണ്ടോ, ഇതാണ് ടവർ, ഇതിലൂടെയാണ് TV വരുന്നത്. അപ്പോൾ ലല്ലു പറയുകയാണ്, ആത്താ കഹാ ഹെ ആത്താ ഹോത്താ തോ ഹം ദൂസരെ ഗാവ് ക്യൂം ജാത്തെ. ലല്ലു എന്താ പറയുന്നത്? വരുന്നത് എവിടെയാണ്? വരുകയാണെങ്കിൽ നമ്മൾ മറ്റേ ഗ്രാമത്തിൽ പോകുന്നത് എന്തിനാണ്? ഗോപു चुन्नी यह लल्लू एकदम लल्लू है ना. बाबा ने बताया दाना कि इसी टावर से दूसरे गांव में TV आता है और क्योंकि हमारा गांव पहाड़ के इस तरफ है हमारे में नहीं आता है. ഗോപു എന്നാ പറഞ്ഞത്? ചുന്നി, ഈ ലല്ലു പെട്ടെന്ന് കൊച്ചുകുട്ടിയായി അല്ലേ? അച്ഛൻ പറഞ്ഞിരുന്നില്ലേ ഇതേ ടവറിൽ നിന്നാണ് മറ്റു ഗ്രാമത്തിൽ TV എത്തുന്നതെന്നും നമ്മുടെ ഗ്രാമപർവ്വതത്തിൻ്റെ ഈ ഭാഗത്തായതുകൊണ്ട് TV എത്താത്തത് എന്നും. चुन्नी हाँ मेरे बापू ने तो बक्सा और एंटीना भी खरीद लिया था. हमने एंटीना को सब तरफ घुमाया पर TV पकड़ा ही नहीं. ചുന്നി പറയാണ്, അതെ, എൻ്റെ അച്ഛനും പെട്ടിയും ആൻറ്റിനയും വാങ്ങിയിരുന്നു. ഞങ്ങൾ ആൻറ്റിന എല്ലാ ഭാഗത്തേക്കും ചുറ്റിക്കറക്കി, എന്നാൽ TV പിടിക്കുന്നേയില്ല. അപ്പോൾ ഗോപു TV तो जादू है ऐसे तोड़े ही पकड़ेगा. हाय क्या चीज़ है TV. गोपू TV की यादों में गोया हुआ आगे बढ़ता है. बाकी दोनों उसके पीछे पीछे चल रहे हैं. ഗോപു പറയുകയാണ്, TV ആണെങ്കിൽ മാജിക്കാണ്, അല്പം മാത്രം പിടിക്കും. ഹായ്, എന്തൊരു സാധനമാണ് TV. ഗോപു TVയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ മുഴുകി മുന്നോട്ട് പോകുന്നു. മറ്റു 2 പേരും അവൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്തത് സീൻ 3 ആണ്. മനോഹർ ചാച്ചാക്കെ ഘർ കാ കമര സുബഹ് കെ 8 ബജെ ഹെ. അപ്പം നമ്മൾ സീൻ 2 അവസാനിപ്പിച്ച എന്താണ്? ഗോപു മുമ്പത്തെ ഓർമ്മയിൽ, TVയുടെ ഓർമ്മയിലോട്ട് മുഴുകുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവൻ ഓർക്കുകയാണ്, മുമ്പത്തെ ഒരു കാര്യം ഓർക്കുകയാണ് കേട്ടോ. മനോഹർ ചാച്ചാക്കെ ഘർ കാ കമര സുബഹ് കെ 8 ബജെ എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഗോപു മനോഹർ ചാച്ചായുടെ വീട്ടിൽ TV കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അവൻ ഓർക്കുകയാണ് ഈ ഒരു സീനിൽ. TV पर 26 जनवरी की परेड आ रही है. गोपू और उसके बाबा टकटकी लगाए देख रहे हैं. मनोहर चाचा बगल में बैठे हैं. TV में झांकियाँ चल रही है और एक കമൻട്രി പി. ഇതിൽ പറഞ്ഞ മനോഹർ അങ്കിളിൻ്റെ വീട്ടിലെ മുറി, സമയം രാവിലെ 8 മണി. TV-യിൽ ജനുവരി 26 പരേഡ് നടക്കുന്നു.
ഗോപുവും അച്ഛനും പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നു. എതിർവശത്തായിട്ട് മനോഹർ അങ്കിളും ഇരിപ്പുണ്ട്. ടി വിയിൽ ടാബ്ലോകൾ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം ഒരു കമൻട്രിയും. അതായത് ജനുവരി 26-ന് ടി വിയിൽ റിപ്പബ്ലിക് ഡേ ആണ് അന്നത്തെ ദിവസമല്ലോ. അന്നത്തെ ദിവസം അതിൻ്റേതായിട്ടുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാവാറുണ്ട്. ആ ഒരു ദിവസത്തെക്കുറിച്ച് ഓർക്കുകയാണ് ഗോപു. മുമ്പ് പോയി അച്ഛൻ്റെ കൂടെ അവൻ അവിടെ മനോഹർ അങ്കിളിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ദിവസത്തെക്കുറിച്ച് ഓർക്കുകയാണ്. അപ്പോൾ ആ ടി വിയിൽ എന്തെല്ലാമാണ് കണ്ടത്? ടി വിയിൽ അവർ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നു. എതിർവശത്തായിട്ട് മനോഹർ അങ്കിളും ഇരിപ്പുണ്ട്. ടി വിയിൽ ടാബ്ലോകൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം ഒരു കമൻട്രിയുമുണ്ട്. അപ്പോൾ എന്താണ്? ടി വി സെ ആത്തി കമൻട്രി और यह की चाकी असम राज्य की आगे आगे ബീഹു നൃത്തി കർത്തി മഹിളായെ. ടി വിയിൽ നിന്നുള്ള കമൻട്രി ഇതാണ്. ഇത് ആസാമിൻ്റെ ടാബ്ലോ ആണ്. മുമ്പിൽ ബീഹു നൃത്തം ചെയ്യുന്ന മഹിളകൾ. ഗോപു ബാബ യഹ് ആവാസ് കഹാസെ ആ രഹി ഹെ. അപ്പോൾ ഗോപു അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛ ഈ സൗണ്ട് എവിടെ നിന്നാണ് വരുന്നത്? ആവാസ് പറഞ്ഞാൽ സൗണ്ട്. ഈ സൗണ്ട് എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ മനോഹർ ചാച്ച പറയുകയാണ്, യഹ് ബി ടി വി സെ ആ രഹി ഹെ ഗോപുലാൽ. അപ്പോൾ മനോഹർ ചാച്ച മറുപടിയായിട്ട് പറഞ്ഞു, ഇത് ടി വിയിൽ നിന്നാണ് വരുന്നത് എന്ന്. ഇത് ടി വിയിൽ നിന്നാണ് മോനെ വരുന്നത് എന്ന് മനോഹർ അങ്കിൾ മറുപടി പറയുകയാണ്. ഗോപു ജാദു ഹേന. അപ്പോൾ ഗോപു പറയാണ്, മാജിക് അല്ലേ. സീൻ 4 പഹാടി സടക്ക് ഷാം കെ 4 ബജെ ഹെ. അങ്ങനെ പർവ്വത പ്രദേശത്തെ റോഡ് സമയം വൈകുന്നേരം 4 മണിയായിട്ടുണ്ട്. പഹാടി സടക്ക് എന്ന് വെച്ചാൽ പർവ്വത പ്രദേശം. ഷാം എന്ന് വെച്ചാൽ ഈവനിങ്, വൈകുന്നേരം. 4 ബജെ ഹെ 4 മണി. തീനും ബച്ചെ സടക്ക് കിനാരെ ചൽ രഹേ ഹെ. 3 കുട്ടികളും റോഡരികിലൂടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. സടക്ക് പാർ കർണേക്ക് കോശിഷ്. റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുന്നു. സാമിനെ സെ തേസി സെ ഏക് ബസ് ആത്തി ഹെ. അപ്പോൾ മുമ്പിൽ നിന്ന് ഒരു അടുത്തുകൂടി एक बस आती है. चुन्नी दौड़कर पार कर लेती है. गोबू और लल्लू गड़े रह जाते हैं. बस में ज़ोर से ब्रेक लगता है. ड्राइवर गुस्से में सिर बाहर निकालता है. അതായത് അവർ മൂന്നാളും റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുകയാണ്. ചുന്നി ഓടി റോഡ് മുറിച്ച് കടക്കുന്നു. ഗോപുവും ലല്ലുവും അവിടെ തന്നെ നിന്നു പോകുന്നു. ബസ് ശക്തിയായിട്ട് ബ്രേക്ക് ഇടുന്നു. ഡ്രൈവർ കോപത്തോടെ തല പുറത്തേക്കിടുന്നു. ഡ്രൈവർ പറയാൻ അബേ ദേഖ് കെ ചെലോ. ഡ്രൈവർ പറയുകയാണ്, നോക്കി നടക്കൂ. ഗോപു ഓർ ലല്ലു ജൽദി സെ സടക്ക് പാർ കർത്തി ഹെ. അപ്പോൾ ഗോപുവും ലല്ലും വേഗത്തിൽ റോഡ് മുറിച്ച് കടക്കുന്നു. ചുന്നി തും ലോഗ് സച്ച് മേ ചോട്ടെ ബച്ചേ ഹോ. സടക്ക് പാർ കർനെ ഭി നഹി ആത്ത. അപ്പോൾ ചുന്നി പറയുകയാണ്, സത്യത്തിൽ നിങ്ങൾ കൊച്ചു കുട്ടികളാണ്, നിങ്ങൾക്ക് റോഡ് മുറിച്ച് കടക്കാൻ വരെ അറിയില്ലേ. ഗോപു ചെമ്പത്തി ഹുയി ജൽദി ചലോ അബ് ദേർ ഹോ രഹി ഹെ. അപ്പോൾ ഗോപു പറയാണ് നാണത്തോടെ, വേഗം നടക്കൂ, താമസിച്ചുകൊണ്ടേയിരിക്കുന്നു. ചെമ്പത്തെ ഹുയി എന്ന് വെച്ചാൽ ലജ്ജയോടെ എന്നാണ് അർത്ഥം. ഇനി സീൻ 5 കസ്ബെ കി സബ്ജി മണ്ഡി ഷാം കെ 5 ബജെ ഹെ. ചെറിയ നഗരത്തിലെ പച്ചക്കറി ചന്ത സമയം വൈകുന്നേരം 5 മണി. लल्लू सब्जी मंडी को भीड़ में दौड़ा पीछे रह गया है. गोबू और चुन्नी आगे चल रहे हैं. चुन्नी डरी हुई है. ലല്ലു പച്ചക്കറി ചന്തയിലെ ആൾക്കൂട്ടത്തിനിടയിൽ അല്പം പിറകിലാകുന്നു. ഗോപുവും ചുന്നിയും മുന്നോട്ട് പോകുന്നു. ചുന്നി ഭയന്നിട്ടുണ്ട്. ചുന്നി തുമ്നെ കഹാദാ ജൽദി പहुंचेंगे शाम तक वापस आएंगे. ചുന്നി പറയുകയാണ്, നീ പറഞ്ഞു എളുപ്പം എത്തിച്ചേരുമെന്ന്, വൈകുന്നേരം തിരികെ വരാമെന്നും. ഗോപു ബസ് ആനെ വാല ഹെ മനോഹർ ചാച്ച ക ഘർ. ഗോപു പറയാൻ മതി, ഇനി വരുന്നതാണ് മനോഹർ ചിറ്റപ്പൻ്റെ വീട്, മനോഹർ ചാച്ചയുടെ വീട് ഇപ്പോൾ എത്തും എന്ന രീതിയിൽ ഗോപു മറുപടി പറയാണ്. चुन्नी एक लंबे आदमी से टकरा जाती है. वह आदमी जल्दी में है. संभलते हुए आगे बढ़ जाता है. അപ്പോൾ ചുന്നി ഒരു ഉയരമുള്ള ലംബി ആദ്മി എന്ന് വെച്ചാൽ ഒരു ഉയരമുള്ള ഒരു മനുഷ്യനുമായിട്ട് കൂട്ടുമുട്ടുന്നു. ആ മനുഷ്യൻ വലിയ തിരക്കിലായതുകൊണ്ട് നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ചുന്നി രുആസി ഹോക്കർ കബ് സെ കഹ രഹേ ഹോ ആനെ വാലേ ഹേ. ചുന്നി കരയുന്ന പോലെയായി, എപ്പോഴേ പറയുന്നതാണ്, വരുന്നതാണ്, ഇനി വരുന്നതാണെന്ന് നീ കുറേ നേരമായല്ലോ പറയാൻ തുടങ്ങിയിട്ട്. ഗോപു പീച്ചെ മൂഡ്കർ അരെ യേ ലല്ലു കഹാ രഹ ഗയാ ഔർ തൂ रो मत अब टीवी देखना है ना. उसमें पता है लोग बक्से के अंदर बंद होते हैं, छोटे छोटे दिखते हैं, तेरे मकड़े की तरह. लल्लू दिखता है. ये लल्लू जल्दी आना.
ഇതിൽ പറയുന്നത് വെച്ചാൽ പുറകോട്ട് തിരിഞ്ഞ് ഹേ ഈ ലല്ലു എവിടെയാണ്, നീ കരയരുത്, TV കാണണ്ടേ, അതിലറിയാം ആളുകൾ പെട്ടിക്കുള്ളിൽ അടച്ചിരിക്കുന്നത്, ചെറുതായിട്ടാണ് കാണുന്നത്, നിന്റെ പുഴുവിനെ പോലെ. ലല്ലുവിനെ കാണുന്നു. ഹേ ലല്ലു, വേഗം വരില്ലേ. ലല്ലു ദൗड़ता हुआ आता है, तीनों हाथ पकड़कर चलने लगता है. ലല്ലു ഓടി വരുന്നു. 3 പേരും കൈപിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങുന്നു. അപ്പോൾ സീൻ 5 എന്താണ്, അവർ വൈകുന്നേരം ഏകദേശം 5 മണിയോളം ആയി, ഇപ്പോഴും അവിടെ എത്തിയിട്ടില്ല. ചുന്നിക്കാണെങ്കിൽ പേടിയായി തുടങ്ങി, ഒരുപാട് വൈകി തുടങ്ങി സമയം. അതുകൊണ്ട് തന്നെ ചുന്നിക്ക് പേടിയാവാൻ തുടങ്ങി. നേരത്തെ പോയി നേരത്തെ വരാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ നേരം വരെ ആയിട്ട് മനോഹർ ചാച്ചായുടെ വീട്ടിൽ അവർ ഇതുവരെ എത്തിയിട്ടുമില്ല. അതിൻ്റെ ഇടയിൽ കുറച്ച് നേരത്തിന് ലല്ലു ഇവരുടെ പിറകിലായി, ഒരുപാട് പിറകിലായി. അപ്പം അങ്ങനെ ലല്ലുവിനോട് വേഗം വരാൻ പറയുകയും ഗോപു ചുന്നിനെ സമാധാനിച്ചു കൊണ്ട് പറയുകയാണ്, ഇപ്പോൾ എത്തുമെന്നും, ഇപ്പോൾ മനോഹർ അങ്കിളിൻ്റെ വീട്ടിൽ എത്തുമെന്നും, നിനക്ക് TV കാണണ്ടേ, TV-യിൽ നിനക്ക് ഇഷ്ടപ്പെട്ട പുഴുവിനെ പോലെ ആളുകളൊക്കെ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ബന്ധിച്ചിട്ട് ചെറുതായിട്ട് കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ചുന്നിയെ അവൻ സമാധാനിപ്പിക്കുകയാണ്. സീൻ 6 പോകാം. കസ്ബേക്കി ഗലി ഷാം കാ സമയം. ചെറിയ നഗരത്തിലെ തെരുവ്, സമയം വൈകുന്നേരം 6 മണി. ഗോപു ബസ് യഹി ഗലി ഹെ ഇസി മെ ഹെ മനോഹർ ചാച്ച. അപ്പോൾ ഗോപു പറയാൻ, ഇത് തന്നെയാണ് തെരുവ്, ഇതിൽ തന്നെയാണ് മനോഹർ ചിറ്റപ്പൻ. ലല്ലു തോ ചെലോ, എന്നാൽ നടക്കൂ. ഗോപു മക്കാനോ കോ ദേഖ്താ ഹുവ, ഹാം ലേക്കിൻ യാദ് കർനെ ദോ കോൺ സാ ഘർ ഹെ. അപ്പോൾ ഗോപു പറയും, കെട്ടിടങ്ങൾ നോക്കിക്കൊണ്ട്, അതെ എന്നാൽ ഓർക്കട്ടെ, ഏതാണ് വീടെന്ന് ഓർക്കട്ടെ. അപ്പോൾ ചുന്നി പറയുകയാണ്, പെർ കൈസേ, എന്നാൽ എങ്ങനെ. ഗോപു അരെ ഉസ് ഘർ के ऊपर TV का डंडा लगा हुआ है, एंटीना. तीनों ध्यान से घरों को देखते हैं. गोपू का चेहरा उतर जाता है. അപ്പോൾ ഗോപു പറയാൻ, ആ വീടിൻ്റെ മുകളിൽ TV-യുടെ വടി ഉറപ്പിച്ചിട്ടുണ്ട്. അതായത് വടി എന്ന് ഉദ്ദേശിക്കുന്നത് ആൻറ്റിനയാണ്. 3 പേരും ശ്രദ്ധിച്ച് വീടുകളെ നോക്കുന്നു. ഗോപുവിൻ്റെ മുഖം വാടുന്നു. ഗോപു കാ ചെഹര ഉത്തർ ജാത്ത എന്ന് വെച്ചാൽ ഗോപുവിൻ്റെ മുഖം വാടുന്നു. തീനോ ധ്യാൻസെ ഗറും കോ ദേഖത്തെ എന്ന് വെച്ചാൽ 3 പേരും ശ്രദ്ധയോടുകൂടെ വീടുകളിലോട്ട് നോക്കുന്നു, വീടുകളെ നോക്കുന്നു എന്നാണ് അർത്ഥം. ഗോപു പർ എഹാം തോ. അപ്പോൾ ഗോപു പറയാണ്, എന്നാൽ ഇവിടെയാണെങ്കിൽ. ലല്ലു സബ്കി ഛത്ത് പർ ലഗാ ഹെ. ലല്ലു പറഞ്ഞ, എല്ലാ മേൽക്കൂരകളിലും ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീടുകളിലും ആൻറ്റിന ഉണ്ടെന്നാണ് പറയുന്നത്. ഗോപു हिम्मत हारते हुए, पता नहीं मनोहर चाचा ने बताया था उसके घर ही TV है, पर यहाँ तो सबके घर है. ഗോപുവിൻ്റെ ഹിമ്മത്ത് ഹാർത്തെ എന്ന് വെച്ചാൽ ധൈര്യം നഷ്ടപ്പെട്ടുകൊണ്ട്. അപ്പോൾ ബത്താനഹി, ബത്താനഹി എന്ന് വെച്ചാൽ അറിയില്ല. മനോഹർ ചാച്ചാനെ ബതായാ ദാ ഉൻകെ ഘർ ഹി TV ഹെ. മനോഹർ ചിറ്റപ്പൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് തന്നെ TV ആണെന്ന്. എന്നാൽ ഇവിടെ എല്ലാവരുടെയും വീടുകളിൽ TV ഉണ്ട്. മനോഹർ ചാച്ച പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ TV ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് അവർ നോക്കിയപ്പോൾ എല്ലാവരുടെ വീട്ടിലും TV ഉണ്ട്. ലല്ലു ബേഹദ് ഹതാശ. अब हम वापस चलें, आसमान देखते हुए. नहीं अंधेरा हो रहा है. അപ്പോൾ ലല്ലു പറയും, അങ്ങേയറ്റം നിരാശയോടെ. ബേഹദ് ഹതാശ എന്ന് വെച്ചാൽ അങ്ങേയറ്റം നിരാശയോടെ. ഇനി നമുക്ക് തിരിച്ചു പോകാം, ആകാശത്തെ നോക്കിക്കൊണ്ട്, അല്ലേ, ഇരുട്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇരുട്ടായിക്കൊണ്ടേയിരിക്കുന്നു, തിരിച്ചു പോകാമെന്ന് പറയുകയാണ് ലല്ലു. ചുന്നി ഹം ഗോഗയെ. അപ്പോൾ ചുന്നി പറയുകയാണ്, നമുക്ക് നഷ്ടമായി. ഗോപു ഒന്നും പറയാതെ കരയാൻ തുടങ്ങുന്നു. അപ്പോൾ ഗോപു കുച്ച് നഹി ബോൾത്ത ബസ് റോനെ ലഗ്താ ഹെ, ബാക്കി ദോനോ ബി റോനെ ലഗ്തേ ഹെ. ഗോപു ഒന്നും മിണ്ടാതെ കരയാൻ തുടങ്ങുന്നു. ബാക്കി ദോനോ ബി റോനെ ലഗ്തേ ഹെ, മറ്റ് 2 പേരും കൂടി കരയാൻ തുടങ്ങുന്നു. ചുന്നി പറയണം, ഹം ഗോഗയെ, നമുക്ക് വഴി തെറ്റി. ഗോപു കുച്ച് നഹി ബോൾത്ത ബസ് റോനെ ലഗ്താ ഹെ. ഗോപു ഒന്നും പറയാതെ കരയാൻ തുടങ്ങുന്നു. ബാക്കി ദോനോ ബി റോനെ ലഗ്തേ ഹെ, ബാക്കി 2 പേരും കൂടി കരയാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ സീനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോപുവിന് ഒരു അടയാളമാണ് ഉണ്ടായിരുന്നത്. മനോഹർ ചാച്ചായുടെ വീടിൻ്റെ മുകളിൽ ഒരു ആൻറ്റിനയാണ് അടയാളം വെച്ചിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ എല്ലാവരുടെ വീടുകളുടെ മുകളിലും ആൻറ്റിന ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഗോപുവിൻ്റെ മനോഹർ ചാച്ചായുടെ വീട് നോക്കിയിട്ട് ഏത് വീടാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല, ഗോപുവിന് മനസ്സിലാകുന്നില്ല. അപ്പം അവിടെ നോക്കുമ്പോൾ എല്ലാവരുടെ വീടിൻ്റെയും മുകളിൽ ആൻറ്റിന, അതുകൊണ്ട് ഗോപുവിന് ഏത് വീടാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ല. അതാണ് അവർക്ക്
അപ്പോൾ ഗോപുവിൻ്റെ ധൈര്യമൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. ഗോപു കരയാൻ തുടങ്ങി. ഇത് കണ്ട് ബാക്കി രണ്ടുപേരും കൂടെ കരയാൻ തുടങ്ങി. സമയമാണെങ്കിൽ ഒരുപാട് സന്ധ്യ ആവുകയും ചെയ്തു. അപ്പോൾ 3 പേരും അവിടെ നിന്ന് കരയാൻ തുടങ്ങി. സീൻ 7 കസ്ബേ കി സടക്ക് ദേർ ഷാം കാ സമയ. സീൻ 7 എന്താ പറയുന്നത് വെച്ചാൽ ചെറിയ പട്ടണത്തിലെ റോഡ് വൈകുന്നേരം കഴിഞ്ഞ സമയം. കസ്ബേക്ക് സടക്ക് എന്ന് വെച്ചാൽ ചെറിയ പട്ടണത്തിലെ റോഡ്. ദേർ ഷാം കാ സമയം വൈകുന്നേരം കഴിഞ്ഞ സമയം. भीड़ जमा है, बच्चे रो रहे हैं, कस्बे के लोग उन्हें ചുപ്പാ കരാ രഹേ ഹെ. അതായത് ആളുകൾ ഒത്തുകൂടിയിട്ടുണ്ട്, കുട്ടികൾ കരയുന്നുണ്ട്. അപ്പോൾ ഭീഡ് ജമാ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഒത്തുകൂടി. ബച്ചേ റോ രഹേ ഹെ, കുട്ടികൾ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കസ്ബേക്ക് ലോഗ് ഉൻഹെ ചുപ് കരാ രഹേ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അവരെ നിശബ്ദരാക്കിക്കൊണ്ടേയിരിക്കുന്നു. കസ്ബേ വാലെ നഗരവാസി, അതായത് പട്ടണവാസി. കഹത്തെ മനോഹർ ചാച്ചാ സെ മിൽനെ ആയേ ഹെ കീർത്തിപൂർ സെ. പട്ടണവാസി അതായത് നഗരവാസി ഒരാൾ പറയുകയാണ് കീർത്തിപൂരിൽ നിന്ന് മനോഹർ ചിറ്റപ്പനെ കാണാൻ വന്നതാണെന്ന് പറയുന്നു. കസ്ബേ വാലെ ദോ അബ് ചുപ് ഹോ ജാവോ ഡറോ മത്ത് ക്യാ നാം ഹേ തുമാര. അപ്പം പട്ടണത്തിൽ കുറച്ച് പേര് ഒത്തുകൂടിയെന്ന് പറഞ്ഞല്ലോ, അവിടെ നഗരവാസികൾ കുറച്ച് പേര് ഒത്തുകൂടിയിട്ടുണ്ട്. അവരവരെ കുട്ടികൾ കരയണം കണ്ടിട്ട് ഒത്തുകൂടിയതാണ്. ഒരാൾ പറയുകയാണ് കീർത്തിപൂരിൽ നിന്ന് വന്നതാണ്, മനോഹർ ചിറ്റപ്പനെ കാണാൻ എന്ന് വന്നതാണെന്ന് പറയുന്നു. മറ്റേ ആൾ പറയുകയാണ് മിണ്ടാതിരിക്കു, പേടിക്കേണ്ട, എന്താ നിങ്ങളുടെ പേര് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ലല്ലു പറയുകയാണ് ലല്ലു. ചുന്നി രോത്തെ ഹോയ് മുझे घर जाना है. ചുന്നി പറയുകയാണ്, കരഞ്ഞുകൊണ്ട് പറയുകയാണ് എനിക്ക് വീട്ടിൽ പോകണം. മനോഹർ ചാച്ച ആ ജാത്ത ഹെ ഗോപുക്ക് ഉടാ ലേത്തെ ഹെ. ആ സമയത്ത് മനോഹർ ചാച്ച അവിടെ വരുന്നു, ഗോപുവിനെ എടുക്കുന്നു. മനോഹർ അരെ ഗോപു തും അക്കേലെ കേസെ ആ ഗയേ. അപ്പോൾ മനോഹർ ചോദിക്കുകയാണ് ഗോപു നീ തനിച്ചെങ്ങനെ വന്നു. അപ്പോൾ ഗോപു ടി വി ദേക്കനാഥ ഹം തീനോംകോ. അപ്പോൾ ഗോപു മറുപടിയായിട്ട് പറയുകയാണ് ടി വി കാണണമായിരുന്നു ഞങ്ങൾക്ക് 3 പേർക്കും. कस्बे वाले एक दूसरे का मुँह देखते हैं, മനോഹർ बच्चों को ले जाते हैं. അങ്ങനെ പട്ടണവാസികൾ പരസ്പരം മുഖത്തേക്ക് നോക്കുന്നു. മനോഹർ കുട്ടികളെ കൊണ്ട് പോകുന്നു. മനോഹർ ബച്ചോं को ले जाते हैं എന്ന് വെച്ചാൽ മനോഹർ കുട്ടികളെ കൊണ്ട് പോകുന്നു. സീൻ 8 മനോഹർ ചാച്ചാ കാ ഘർ രാത് കാ സമയം. അതായത് സീൻ 8 മനോഹർ ചാച്ചയുടെ വീടാണ് കാണിക്കുന്നത്, രാത്രി സമയം. അപ്പോൾ മനോഹർ ചാച്ച ഇവർ വീടുകളിൽ പറയാതെയാണല്ലോ വന്നത്, അതുകൊണ്ട് തന്നെ വീടുകളിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അറിയിച്ചതിനെ തുടർന്ന് ഗോപുവിൻ്റെ അച്ഛൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാബാനെ ഗോപുക്ക് ഗോതുമേ ബിട്ടായ ഹെ. അച്ഛൻ ഗോപുവിനെ മടിയിലിരുത്തിയിരിക്കുകയാണ്. ചുന്നി ഔർ ലല്ലു ബി ബൈത്തെ ഹെ. ചുന്നിയും ലല്ലും അടുത്ത് ഇരിക്കുന്നുണ്ട്. ബാബ മനോഹറിനോട് പറയാണ് ഗോപു ശൈത്താൻ ഹെ, സബ്കോ പത്താ ഹെ, പർ ഇത്തന ശൈത്താൻ ഹംനെ സോച്ചാ നഹീ താ. ഗോപുവിന് കുസൃതിയുണ്ട്, ശൈത്താൻ എന്ന് ഉദ്ദേശിക്കുന്നത് കുസൃതിയുണ്ട്. ഇത് സബ്കാ പത്താ, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. പർ ഇത്തന ശൈത്താൻ ഹംനെ സോച്ചാ നഹീ താ, പക്ഷേ ഇത്രയ്ക്കും വികൃതിയുണ്ടെന്ന് ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല. മനോഹർ और पूरा रास्ता याद था इसे. മനോഹർ പറയുകയാണ് ഇവർക്ക് വഴി മുഴുവനും ഓർമ്മയുണ്ടായിരുന്നു. ചലോ ബായ് അബ് ടി വി ചലായ ഗയ. ഇനി നമുക്കൊന്ന് ഇവർക്ക് ടി വി വെച്ച് കൊടുക്കാം. ഇത്തിനി ദൂർ സെ ആയേ ഹെ 3 ദീവാനെ. 3 പ്രാന്തന്മാർ ഇത്രയും ദൂരം വന്നതാണ് ടി വി കാണാൻ. അങ്ങനെ മനോഹർ ടി വി ചലാത്ത ഹെ. മനോഹർ ടി വി വയ്ക്കുന്നു. ഗോപു ലൽ और ചുന്നി സീതെ ഹോക്കർ ബൈഠ് ജാത്തെ ഹെ. ഗോപുവും ചുന്നിയും ലല്ലും കൂടെ നേരെ ഇരിക്കുകയാണ്, ടി വി കാണാനുള്ള ആകാംക്ഷയോടെ കൂടി ഇരിക്കുകയാണ്. ടി വി സെ ആവാസ് ആത്തി ഹെ. ടി വിയിൽ നിന്ന് സൗണ്ട് വരുന്നു. തസ്വീർ ദിക്കാന അഭി ബാക്കി ഹെ. ഇനി പിക്ചർ വരാൻ മാത്രമേ ബാക്കിയുള്ളൂ, ശബ്ദം വന്നു. ടി വി കി ആവാസ് और മദ്രാസ് का अधिकतम താപമാൻ रहा 34 ഡിഗ്രി. അപ്പോൾ ടി വിയിൽ നിന്നും ശബ്ദം വരികയാണ്. മദ്രാസിലെ ഏറ്റവും കൂടിയ ചൂട് 34 ഡിഗ്രി. गोबू की आंखें फैल रही है, टीवी को शीशे पर हल्की हल्की रोशनी भी फैल रही है. ഗോപുവിൻ്റെ കണ്ണുകൾ വിടരുന്നു. ടി വിയുടെ ഗ്ലാസ്സിൽ നേരിയ പ്രകാശം വ്യാപിച്ചു കൊണ്ടേയിരിക്കുന്നു. टी वी के तस्वीरों किसी भी पल दिख जाएंगी और तभी बिजली चली जाती है, धूप अंधेरा हो जाती है. ഇനി ചിത്രം വരാൻ മാത്രമേ ബാക്കിയുള്ളൂ. ഏത് നിമിഷം ചിത്രങ്ങൾ കാണപ്പെടും, അപ്പോൾ തന്നെ കറണ്ട് പോകുന്നു, കനത്ത ഇരുട്ടാകുന്നു. ഗോപു ചുന്നി और ലല്ലു ഏക് സാത്ത് അന്ധേരെ മേ ഹേ ഭഗവാൻ. അപ്പോൾ ഗോപുവും ചുന്നിയും ലല്ലും ഒരുമിച്ച് ഇരുട്ടിൽ ഹേ ദൈവമേ എന്ന് പറയുന്നു. ഈ പാഠഭാഗത്തു നിന്നും വരുന്ന
ക്വസ്റ്റ്യൻ ആൻസറുകളും ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ കാണാത്തവരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.